തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF എന്ന് KM ബാബുരാജ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇനി 15 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ബാബുരാജാണ് നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ മണ്ഡലം കൺവെൻഷനുകളൊക്കെ പൂർത്തീകരിച്ചു. എത്രത്തോളം ആവേശമുണ്ട്? പ്രവർത്തകരിലൊക്കെ വലിയ ആവേശം കാണാനുണ്ടല്ലോ. തീർച്ചയായും നിയോജകമണ്ഡലം കൺവെൻഷൻ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തവും വോട്ടർമാരുടെയും അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ മണ്ഡലം കൺവെൻഷൻ നാളത്തോടുകൂടി തീരുകയാണ്. എല്ലാ മണ്ഡലം കൺവെൻഷനിലും 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം. വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്. തീർച്ചയായും സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികായനായിരുന്ന KP വിശ്വനാഥിന് ശേഷം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പതാക പാറിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് KS ബാബുരാജിലൂടെ ഇത്തവണ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും UDFന്റെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ഇന്ന് നിൽക്കുന്നത്. തീർച്ചയായും ഇത് തിരിച്ചു പിടിക്കും, ഒരു സംശയമില്ല. കഴിഞ്ഞ 20 കൊല്ലക്കാലമായി അനുഭവിക്കുന്ന UDFന്റെ നേതാക്കളും പ്രവർത്തകരും അനുഭവിക്കുന്ന ആ വലിയ ദുരിതവും ദുരന്തവും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്നുള്ളതാണ് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ സ്ഥാനാർത്ഥി പ്രവർത്തകർക്ക് മുമ്പിൽ പറയുന്നത് കേട്ടു, ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനിയില്ല എന്നുള്ളത്. എന്താണ് അങ്ങനെ ഒരു കാരണം എല്ലാം കയ്യും മെയ്യും മറന്ന് അവർ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസമാണ് ഞാൻ അവരോട് പറഞ്ഞത്. കാരണം അത്രമാത്രം പ്രവർത്തകർ ത്യാഗം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. രാവും പകലുമില്ലാതെ ഇന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഞാൻ ആവേശഭരിതനായിട്ടാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ആവേശം ഉണ്ടായിരുന്നു. ആ ഒരു ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ 8 മണ്ഡലങ്ങളിൽ 8 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ മാത്രം കേവലം LDFന്റെ കയ്യിലുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ഭൂരിപക്ഷം എല്ലാം ജനങ്ങൾ അവരെ നിരാകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ UDFന്റെ നേതാക്കളും പ്രവർത്തകരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന തലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് ഡീൽ എന്നുള്ളത്. UDF പറയുന്നു LDFുമായി BJP ഡീലുണ്ടെന്ന് പറയുന്നു. LDF പറയുന്നു UDFുമായി BJP ഡീൽ എന്ന് പറയുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ ഡീൽ എന്താണ്? ഇവിടെ ഒരു തരത്തിലുള്ള ഡീലും കോൺഗ്രസും BJPയുമായി ഇല്ല. ഇവിടെ ഡീൽ നടക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം അത് LDFും BJPയും തമ്മിൽ എന്നുള്ള കാര്യത്തിൽ വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുമാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മറ്റൊന്നും കോൺഗ്രസുമായി ഒരു മതനിരപേക്ഷ കക്ഷികളുമായി ഒരു തരത്തിലുള്ള ബന്ധവും കോൺഗ്രസിനില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും പ്രവർത്തകർക്ക് വലിയ ആവേശത്തിലാണ്. ഒപ്പം തന്നെ പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാകും. KP വിശ്വനാഥിന് ശേഷം പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വെന്നിക്കുടി പാറിക്കാൻ KS ബാബുരാജിലൂടെ കഴിയും എന്ന് തന്നെയാണ് KM ബാബുരാജിലൂടെ കഴിയുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ഉറച്ച പ്രതീക്ഷ. പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.